ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഇടി എന്ന് പറഞ്ഞിട്ടുള്ള പടം എക്സ്ട്രാ ഡീസൻ എന്ന് പറഞ്ഞിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്ന പടത്തിലത്തെ മച്ചിൻ മേലെ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ നാരായണന്റെ മൂന്നാം മക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു. പിന്നെ ബാക്കി 4 എന്ന് പറഞ്ഞ പടത്തിൽ സോനം ബജ്വ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും നായികയായി എത്തുക എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റിംഗിൽ പടുത്തു വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. കാരണം ജനുവരി 10-ാം തീയതിയാണ് ഇതിന്റെ റിലീസായി പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഭൈരവൻ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ആനന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിരുന്നു. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. മാർച്ച് 28-ാം തീയതി 2025 പടം റിലീസാവുന്നത്. പിന്നെ അലങ്കു എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരും എന്ന് പറഞ്ഞു അത് വന്നിട്ടുണ്ട്. ഡിസംബർ 27-ാം തീയതിയാണ് പടം റിലീസാവുക. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഓ പില്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പാട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. കാതൽ സടുകുട് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് 1 മില്യൺ+ വ്യൂസും കഴിഞ്ഞ്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള രാംചരന്റെ പടത്തിന്റെ 30 Days to Go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. ഇതാണ് പോസ്റ്റർ, നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഫയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 2 മില്യൺ+ വ്യൂസ് കഴിഞ്ഞു. പിന്നെ യുവ മൂവി ഉപേന്ദ്ര എടുക്കുന്ന പടത്തിന് യുവാരെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടില്ലെന്ന് അറിയിച്ചു. പിന്നെ ലെജൻഡ് സർവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ 2ാമത്തെ പടം വരാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 2-3 സ്റ്റിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് മേനോൻ മെയിൻ കഥാപാത്രം എത്തിയ പടം. ആ പടം മനോരമ മാക്സിലൂടെ ഡിസംബർ 13-ാം തീയതി OTT റിലീസ് ആവുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ചിയാൻ വിക്രം അഭിനയിക്കുന്ന പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. ഒരു ഗംഭീര ടീസർ തന്നെയായിരുന്നു. അതിപ്പോൾ 10 മില്യൺ+ വ്യൂസ് കഴിഞ്ഞു. പിന്നെ വിശ്വക് സെന്നിന്റെ അടുത്തൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ പേര് ഫങ്കി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഫാമിലി എന്റർടൈനർ പടമാണ്. അനുദീപ് KV എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ രുതിരൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഉമാ KPയുടെ പേര് ഉമ നരേന്ദ്രൻ എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ പടം നോർത്ത് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണറായി വന്നിട്ടുള്ളത് UFN എന്നുള്ള അറിയിച്ചു. പിന്നെ അഖണ്ഡ എന്ന് പറഞ്ഞ പടത്തിന്റെ 2ാം ഭാഗം അഖണ്ഡ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം നന്ദപുരി ബാലകൃഷ്ണനും ബോയ്പത്തി ശ്രീനും വീണ്ടും വന്നിക്കുന്ന പടമാണ് 4ാമത്തെ പ്രാവശ്യമായിട്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് ഇന്ന് 5:31 എന്തോ വരുന്നുണ്ട്, എന്താണെന്നുള്ള അറിയില്ല. പിന്നെ ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള വേദികളുടെ പടത്തിന്റെ 3 Days to Go പോസ്റ്റർ വന്നു. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അത് 52 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടിയിട്ട് 79 മില്യണിലും കൂടുതലായിട്ടുണ്ട്. ഈ 52 മില്യൺ എന്ന് പറയുന്നത് ഹിന്ദി ട്രെയിലർ മാത്രമാണ്. പിന്നെ ഋഷഭ് ശെട്ടി കഥ എഴുതിയിട്ട് ഹോംബല ഫിലിംസിന്റെ പ്രൊഡക്ഷൻ ബാനറിൽ വരുന്ന പ്രഭാസിന്റെ പടം ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഡയറക്ഷൻ ചെയ്യുന്ന ആരൊന്നും തീരുമാനമായിട്ടില്ല. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള യഷിന്റെ അടുത്ത് വരാൻ പോണ പടത്തിന്റെ റിലീസ് പറഞ്ഞിരുന്നത് ഏപ്രിൽ 10-ാം തീയതി 2025 ആ റിലീസ് ഡേറ്റിന് ഇറങ്ങില്ല എന്നുള്ള കൺഫേം ആയതാണ്. എന്തായാലും അടുത്ത റിലീസ് ഡേറ്റ് പറഞ്ഞു കേൾക്കുന്നത് ഡിസംബർ 5-ാം തീയതി 2025 ഈ പടത്തിന്റെ ബഡ്ജറ്റ് പറഞ്ഞു കേൾക്കുന്നത് 300 കോടിയിലും കൂടുതലാണ്. എന്നുവെച്ചാൽ പടം കുറേ ലാംഗ്വേജിൽ റിലീസാകാൻ പോകുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കൊറിയൻ, ജപ്പാൻ, ചൈന അങ്ങനത്തെ രീതിയിലുള്ള ഭാഷയിലും റിലീസാകും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും പടം ഗംഭീരമായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മാർട്ടിൻ പ്രകാട്ട് ദുൽഖറിനെ വെച്ചിട്ട് അടുത്തൊരു പടം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ചാർലി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. കൺഫേം ആയിട്ടൊന്നുമില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ പറയാവുന്നതാണ്. പിന്നെ ജയിലർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഗംഭീര സക്സസിന് ശേഷം ജയിലർ 2 വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേര് ഹുക്കും എന്നുള്ളതായിരിക്കും എന്നുള്ളതൊക്കെ കേട്ടിരുന്നു. അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നാളെ രജനീകാന്തിന്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പ്രൊമോ ഇറക്കി വിടുക പറഞ്ഞിരുന്നു. അത് ഉച്ചയ്ക്ക് 12 PM എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിന്റെ അടുത്ത റിലീസിനെത്താൻ പോകണം. ലോകശനരാജ് എടുക്കുന്ന പടമാണ്. ഇതിനാണ് ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്, ജയിലറിനായിട്ടൊക്കെ. എന്തായാലും ഈ പടത്തിൽ അമേരിക്ക ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു. ആളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ജയ്പൂരിൽ വെച്ചിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്തായാലും ഇത് കഴിഞ്ഞാൽ വിസാഖ്, ഹൈദരാബാദ്, ദുബായ് ഈ 3 സ്ഥലത്ത് കൂടി ഷൂട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നുവെച്ചാൽ ജനുവരിയോട് കൂടിയിട്ട് മൊത്തത്തിൽ തീർക്കും എന്നുള്ള രീതിയിൽ. എന്തായാലും ഇതിൻ്റെ എന്തോ ഒരു അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞായിരുന്നു. ടീച്ചറോ ക്ലിംസോ അങ്ങനെ എല്ലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ഡിസംബർ 12 എന്ന് വെച്ചാൽ നാളെ തന്നെ ആളുടെ ബർത്ത്ഡേക്ക് 12 AM എന്ന് വെച്ചാൽ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തായിരിക്കും റിലീസിന് എത്തുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. പിന്നെ മോഹൻലാലിന്റെ LT എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ വരാൻ പോവുകയാണ്. അത് ഈ ഡിസംബർ 25-ാം തീയതി എന്നുള്ള റൂമേഴ്സ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു 15 to 20 എന്നുള്ള ഡേറ്റിൻ്റെ ഉള്ളിൽ അനൗൺസ്മെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. മാർച്ച് 27-ാം തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഹിന്ദിയിലുള്ള 5 ദിവസത്തെ കളക്ഷൻ 339 കോടിയാണെന്നുള്ള അറിയിച്ചു. എന്തായാലും 5ാമത്തെ ദിവസം 48 കോടിയാണ് ഹിന്ദിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളത്. എന്തായാലും അവിടെ ഗംഭീരമായി പോകുന്നുണ്ട്. എന്തായാലും ഇന്ന് പടം ഇറങ്ങിയിട്ട് 7ാമത്തെ ദിവസമായിരുന്നു. ഈ 7ാമത്തെ ദിവസത്തോട് കൂടിയിട്ട് 1000 കോടി ക്ലബ്ബിൽ കടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലു അർജുൻ്റെ ആദ്യത്തെ 1000 കോടി തന്നെ ആയിരിക്കും എന്തായാലും പടം. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 7ാമത്തെ പടമായിരിക്കും 1000 കോടി നടന്ന്. ഇന്ത്യൻ ഫിലിംസ് നോക്കുമ്പോൾ 3ാമത്തെ തെലുങ്ക് പടമാണ് 1000 കോടി നടന്ന്. ഫസ്റ്റ് ബാഹുബലി 2 ആണ് നേടിയത്. പിന്നെ RRR നേടി. ഇപ്പോൾ അത് 3ാമത്തെ. പിന്നെ കേരളത്തിലത്തെ തെലുങ്ക് ഗ്രോസേഴ്സ് നോക്കുകയാണെങ്കിൽ 7ാം സ്ഥാനത്താണ് ഇപ്പോൾ എടുക്കണം. 14.60 കോടിയായിട്ട് 6 ദിവസം കൊണ്ടാട്ടം. എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് 6ാം സ്ഥാനത്തേക്ക് എത്തും. 6ാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിലെടുക്കുന്നത് പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പുഷ്പയുടെ തന്നെ 1ാം ഭാഗമാണ്. എന്തായാലും ഇപ്പോൾ സ്ലോയിലാണ് കളക്ഷൻസ് ഒക്കെ വരുന്നത് കേരളത്തിൽ. അത് പൊതുവെ ഇവിടെ നെഗറ്റീവ് റിവ്യൂസ് ആണ് കൂടുതലും കിട്ടിയത്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പടത്തിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 922 കോടിയായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. 6ാമത്തെ ദിവസത്തെ 980 ആ റേഞ്ചിൽ എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒഫീഷ്യലായി വന്നു കഴിഞ്ഞാൽ അറിയിക്കാവുന്നതാണ്. അല്ലു അർജുൻ്റെ അടുത്ത് വരാൻ പോണ അവിടെ ത്രിവിക്രമിനെ എത്താനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാരിക ആൻഡ് അസിൻ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് എടുക്കുന്നത്. എന്തായാലും ആ പടത്തിന്റെ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പടത്തിന്റെ പ്രൊമോ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് രീതിയിലുള്ള വീഡിയോ എന്തായാലും ജനുവരിയിൽ ഉണ്ടാവും. ഷൂട്ട് മാർച്ചിലാണ് തുടങ്ങുക എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ കൂടുതലും കാണാത്ത രീതിയിലുള്ള ഒരു ജനറ ആയിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.